ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഏത്തക്കൊലയൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇന്ന്. അപ്പോൾ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ്. രാവിലെ നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ ഈ വാഴക്കൊലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ വാഴക്കൊലയാണ്. വളമൊന്നും ഇടാത്ത നമ്മുടെ അടുത്തൊരു പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് വെട്ടി തന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ എന്താണേലും നമ്മുടെ പരിപാടി ഇന്ന് നമുക്കിവിടെ തുടങ്ങാം. ബനാന ചിപ്സ്, അല്ലെങ്കിൽ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഗൾഫിലോട്ട് പോകുന്ന പ്രവാസികളടക്കം ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ട വിഭവമാണ് ഈ ചിപ്സ് എന്ന് പറയുന്നത്. നമുക്ക് 4 മണി കാപ്പിക്കൊക്കെ ആയിട്ടാണേലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇത് കനയ്ക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇതിന്. അത് കാറ്റ് കയറാതെ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിനകത്തോ അല്ലെങ്കിൽ നല്ലൊരു ജാറിനകത്തിട്ട് നല്ല അടച്ച് വെക്കുകയാണെങ്കിൽ അത് ദിവസങ്ങളോളം മാസങ്ങളോളം കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കത് പരിപാടി തുടങ്ങാം. എങ്ങനെ ചെയ്യുന്നത്? ഇതുപോലെ പാത്രം എടുക്കണം. അതിനുശേഷം അതിൽ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിൻ്റെ അകത്ത് ഇടണം. അതിൻ്റെ കായയുടെ നമ്മുടെ കയ്യിലോട്ട് കറ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരിപാടി. ഉപ്പിട്ട് കഴിഞ്ഞാൽ കറ നമുക്ക് കയ്യിൽ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്കാണേലും ആണുങ്ങൾക്കാണേലും വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ആണേലും അത് അത്യാവശ്യം അറിയാവുന്ന പാചക പരിപാടി അറിയാവുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് കുറച്ച് വെള്ളത്തിനകത്ത്. പിന്നെ അതായത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ഇടണമെന്നില്ല. പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പ് നമ്മൾ ആ ചിപ്സ് വറക്കുന്ന സമയത്ത് അത് പിടിക്കും. പിന്നെ നമുക്ക് ചിലവർക്കൊക്കെ അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഉപ്പ് വിതറി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇട്ട് ചെയ്താൽ മതി. പിന്നെ ഈ വറക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും വെള്ളമൊക്കെ കഴിവത് ഒഴിവാക്കുന്നില്ല. കാരണം അത് എണ്ണയ്ക്കകത്ത് വീഴുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് രണ്ടും ഡേഞ്ചറായിട്ടുള്ളൊരു സംഗതിയാണ്. ഉപ്പും വെള്ളം ഒരു കാരണവശാലും തിളച്ച എണ്ണയ്ക്കകത്തോട്ട് വാരിയിടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കായ ഒരെണ്ണം എടുത്തതിന് ശേഷം നല്ല പച്ചക്കായാണ് മൂപ്പത്തിയത്. ഇതുപോലെ നേരെ 2 സൈഡ് കട്ട് ചെയ്യുക, ഒരു കത്തി എടുത്തിട്ട്. എന്നിട്ട് പതുക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം തൊലിപ്പുറത്ത് മാത്രമേ വരയാവുള്ളൂ, ഉള്ളിലോട്ട് കഴിവതും വരഞ്ഞ് പോകരുത്. കാരണം ചിപ്സ് 2ആയിട്ട് കട്ടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നമ്മൾ പൊളിച്ചെടുക്കുക. അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞ ശേഷം അങ്ങനെ 2 സൈഡും കട്ട് ചെയ്ത് വൃത്തിയാക്കി വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇതിന് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് 2-3 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. കറക്റ്റായിട്ട് എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഫ്ലെയിം അത്യാവശ്യം നല്ലതായിട്ട് വേണം. പിന്നെ തിളച്ച് പൊട്ടുന്ന സമയത്തൊക്കെ നോക്കുക, ഇച്ചിരി ശ്രദ്ധിച്ചൊന്ന് മാറി നിൽക്കണം. അപ്പം പിന്നെ അരിയാനുള്ള ഒരു ബ്ലേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിയില്ലെങ്കിൽ അത് ഇപ്പം മേടിക്കാൻ കിട്ടും. എല്ലാം സാനിറ്ററി ഷോപ്പുകളിലെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും. ഹോം അപ്ലയൻസസ് എല്ലാം കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ കായ അരിയുന്ന ബ്ലേഡ്. അപ്പോൾ എന്താണേലും പരിപാടി സിമ്പിളാണ്. ഇതുപോലെ നല്ല തൊലി പൊളിച്ച് കളയണം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലും കായ വറക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് വീടുകളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കായ പച്ച ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് കായ വറക്കുമ്പോഴത്തേക്കിന് ഒരു ഏകദേശം ഒരു മഞ്ഞ കളർ അതിന് ചിപ്സിന് ഉണ്ടാവും. കാരണം ഈ ഏത്തക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പച്ചയാന്ന് പറഞ്ഞാലും അതിൻ്റെ ഉൾവശത്തൊരു മഞ്ഞ കളർ ഉണ്ട്. ഒരുപാട് പൊട്ടുകായല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ തന്നെ അങ്ങനെ
പേടിക്കേണ്ട കാര്യമില്ല. കളർ എക്സ്ട്രാ ചിലവർ ഫുഡ് കളർ ചേർക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്താൽ മതി, പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളായിട്ട് ചെയ്യുന്നവർക്ക് ഫുള്ളായിട്ട് എടുക്കാം. ആവശ്യത്തിനനുസരിച്ച് എണ്ണയുടെ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ചിപ്സിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ പൊരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഏത്തയ്ക്ക ബോളി അല്ലെങ്കിൽ ഏത്തയ്ക്ക അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഏകദേശം ഇച്ചിരി പഴുത്ത ഏത്തയ്ക്കാണ് ഏറ്റവും നല്ലത്. ചിലവർ പച്ച ചെയ്യും, പക്ഷേ അത് ഒരു എന്താ പറയുക, കുറച്ച് കട്ടിയാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഏത്തയ്ക്ക ബോളി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉൾവശം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഏത്തയ്ക്ക ചിപ്സ് അല്ലെങ്കിൽ ബനാന ചിപ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സംഗതി. അപ്പോൾ നമുക്ക് ഓണത്തിന് മാത്രം ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, എല്ലാ സമയത്തും നമുക്ക് എവിടെ നിന്നാണോ ഒരു പച്ച ഏത്തക്കൊല കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ആണെങ്കിലും പോയി മേടിക്കുമ്പോൾ നമുക്കറിയാം ഒരു ശകലം 2-3 കിലോ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം കുറച്ച് നേരത്തേന് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഉള്ളിലായിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ അടുത്ത് നേരെ നമ്മുടെ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എണ്ണയെ പറ്റി പരിചയപ്പെടുത്താം. ഇതാണ് വെളിച്ചെണ്ണ നമ്മൾ മേടിച്ചേക്കുന്നത്. 1/2 ലിറ്ററിൻ്റെയാണ്. നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു കളറ് കാര്യങ്ങളെല്ലാം പിടിച്ച് ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കട്ടിംഗ് ബോർഡിലാണ് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്ത്, ഞാൻ ആദ്യമായിട്ടാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തുള്ളൂ. ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എത്ര സ്ലൈസായിട്ട് എത്ര അരിഞ്ഞെടുക്കാൻ പറ്റുമോ. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ആർക്കും വേറെ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാനൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും സ്ലൈസാക്കി എത്ര അരിഞ്ഞെടുക്കാൻ പറ്റുന്ന കട്ടി കുറച്ച് എടുക്കുന്ന അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അരിയുന്നതിനൊക്കെ നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എല്ലാത്തിനും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. നമ്മളിപ്പം എല്ലാം ക്ലിയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നടക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ ചിപ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു ചിപ്സിൻ്റെ സ്ലൈസ് ചെയ്യുന്ന ആ ഒരു സംഗതി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പേരെനിക്കറിയത്തില്ല. കടകളിലൊക്കെ ഉപയോഗിക്കുന്ന എന്തുകൊണ്ട് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതിയാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ എല്ലാം മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ എങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേരെ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ഉണ്ട്, മറക്കാതിരിക്കുക ചെയ്യുക. നമുക്ക് ഒരുപാട് പ്ലാനിങ് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കാര്യങ്ങൾ എന്നാണേലും നമ്മുടെ പ്രേക്ഷകർ അവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടൊക്കെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. ഇപ്പോൾ ബാക്കി നമുക്ക് വാച്ചിങ് ടൈമാണ്, പബ്ലിക് വാച്ച് അവറാണ് നമുക്കിനിയും വേണ്ടത്. അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. ചാനൽ പരസ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ എൻ്റെ ചിപ്സ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ചിപ്സാണ്. നല്ല കളറും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഉപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെങ്കിൽ എണ്ണ നല്ല തിളച്ചതിന് ശേഷം ഇടാവുള്ളൂ. ഫ്ലെയിം കുറയ്ക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ നിൽക്കണം. പിന്നെ ഉപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം നേരത്തെ തന്നെ നമ്മൾ ആഡ് ചെയ്തോണം. അല്ലെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കോരി. കമ്പി വലയുടെ കോരി മേടിക്കാൻ കിട്ടും. ഇതുകൊണ്ടാണ് നമ്മൾ കോരി എടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എണ്ണയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ചിപ്സ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരു തവി കൂടുതൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നല്ലതായിട്ട് ഇത് ചിപ്സ് ആകണമെന്നുണ്ടെങ്കിൽ അത് 4 സ്ഥലത്തോട്ടും വ്യാപിക്കുന്ന രീതിയിൽ ചിപ്സ് ഓടി നടക്കുന്ന രീതിയിലുള്ള എണ്ണ, അത്രത്തോളം എണ്ണ വേണം. അപ്പോൾ എന്താണേലും
ഇനി നല്ലൊരു പുതുപുത്തൻ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.